എൻ്റെ പൊന്നുസ്താദെ, എൻ്റെ കുഞ്ഞിനെ അവൾ തലയിൽ കൈവച്ച് പ്രാഗി ഉസ്താദെ, എനിക്ക് ടെൻഷനാവുന്നു ഉസ്താദെ, എനിക്ക് മനസ്സിന് ഒരു സമാധാനമില്ല ഉസ്താദെ. ആരോ ഒരാൾ നിങ്ങളുടെ കുഞ്ഞിനെ പ്രാഗി എന്നും പറഞ്ഞ് നിങ്ങൾ ഇത്രയും ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? ഇവരൊക്കെ ആരാ? പടച്ചോനാ? ഇവരാരെങ്കിലുമൊക്കെ തീരുമാനിക്കുമ്പോൾ നടക്കാൻ വേണ്ടിയുള്ളതാ? ഇവരാരെങ്കിലുമൊക്കെ കൊണ്ട് ശപിച്ച ഉടനെ അത് നടപ്പിലാക്കാനിരിക്കുന്നവരാ പടച്ചവൻ? എന്താണ് നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തറിയാമെന്ന് എനിക്ക് ചോദിക്കുന്നത്? നിങ്ങൾക്ക് റബ്ബിൽ വിശ്വാസമില്ലേ? തവക്കുലില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുഞ്ഞിനെ ആകട്ടെ നമ്മളെ ആകട്ടെ ഒരാൾ അകാരണമായി ശപിച്ചാൽ, പ്രാഗിയാൽ അവരിലേക്ക് തന്നെ അത് മടങ്ങും. കഴിഞ്ഞ ആഴ്ച എൻ്റെ പണ്ഡിതനായ സുഹൃത്തിൻ്റെ ഭാര്യ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവരെ ചെറിയ കുഞ്ഞുമോള് നാത്തൂനും ഈ സ്ത്രീയും തമ്മിൽ എന്തോ വർത്തമാനം ഉണ്ടായപ്പോൾ നാത്തൂൻ പറഞ്ഞു, നിന്റെ മോള് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് കണ്ണീരോടുകൂടി നീ കാണവരെന്ന് പറഞ്ഞു. അന്ന് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, റബ്ബിനെ ഏൽപ്പിക്കാന്ന് പറഞ്ഞു. ഇപ്പം എന്താ സംഭവിച്ചെന്നറിയോ? നമ്മൾ സന്തോഷം പങ്കുവെക്കല്ല, നമ്മൾ അതിൻ്റെ പേരിൽ സന്ദേശിക്കുകയല്ല. കഴിഞ്ഞ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം നമ്മളിലേക്ക് സമാഗതമായപ്പോൾ ആ വീട് കണ്ണീർ കയത്തിലായിരുന്നു. അവരെ മകള് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയി. പ്രാഗിയ ആളുടെ തന്നെ മോള് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയി. സന്തോഷമല്ല കേട്ടാ, അള്ളാഹു കാക്കട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞത്, അകാരണമായി മറ്റുള്ള മനുഷ്യരെ വേദനിപ്പിക്കുക, ശപിക്കുക, പ്രാകുക, നമ്മളിലേക്ക് തന്നെ ഇത് മടങ്ങി നമ്മളിലേക്ക് തന്നെ വരുത്. അതുകൊണ്ട് സൂക്ഷിക്കണം. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക. കുട്ടികളെ, മറ്റുള്ളവരെയൊക്കെ അകാരണമായി ശപിക്കുക, പ്രാകുക ചെയ്തു പോകരുത്. 8ന്റെ പണി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും.